ശബരിമല സമരത്തെ ചൊല്ലി ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ തർക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നെന്ന് മുരളീധര പക്ഷം. ജനങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പിയെ അപഹാസ്യമാക്കിയെന്നും വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ഡി.ജെ.എസിന് 4 സീറ്റ് നൽകാനും ധാരണയായി. ഏതൊക്കെ സീറ്റുകൾ നൽകുമെന്നത് പിന്നീട് തീരുമാനിക്കും. ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകിയ ശേഷമേ ബി.ജെ.പിയുടെ സീറ്റ് തീരുമാനിക്കൂ. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം അവസാനിച്ചു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇരുപക്ഷങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള തർക്കം ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ശബരിമല വിഷയത്തെ ചൊല്ലിയായിരുന്നു പ്രധാനമായും വിമർശനം ഉയർന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നു എന്നാണ് മുരളീധര പക്ഷം വിമർശനം ഉന്നയിച്ചത്. ജനങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പിയെ അപഹാസ്യമാക്കി എന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വൻ വിജയമായിരുന്നു എന്നാണ് ശ്രീധരൻപിള്ള പക്ഷം പറയുന്നത്. ഒപ്പം തന്നെ നേതൃയോഗത്തിൽ ബി.ഡി.ജെ.എസിന് 4 സീറ്റ് നൽകാൻ ധാരണയായിട്ടുണ്ട്. ഈ 4 സീറ്റ് ഏതൊക്കെയെന്ന് പിന്നീട് തീരുമാനിക്കും. ബി.ഡി.ജെ.എസിന്റെ സീറ്റ് നൽകിയതിനു ശേഷം മാത്രമേ ബി.ജെ.പിയുടെ സീറ്റുകളിൽ തീരുമാനം ആവുകയുള്ളൂ. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ, സുവി വിശ്വനാഥാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്ന സൂചന നൽകി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള. അധികാര രാഷ്ട്രീയത്തോട് താൽപര്യമില്ലെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമോ? സംസ്ഥാന പ്രസിഡന്റിനോടും യാതൊരു തടസ്സവുമില്ല. ശരിക്കും പവർ പൊളിറ്റിക്സിനേക്കാൾ താല്പര്യം അല്ലാത്തതാണ്. സീറ്റ് വിഭജന കാര്യത്തിൽ യു.ഡി.എഫിൽ ആശയക്കുഴപ്പം. സീറ്റ് വിഭജനമോ സ്ഥാനാർത്ഥി വിഷയമോ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗും വ്യക്തമാക്കി. യു.ഡി.എഫിലും കോൺഗ്രസിലും സീറ്റ് ധാരണയായെന്നായിരുന്നു കെ.പി.സി.സി. അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഫെബ്രുവരി 20 മുമ്പ് യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ അണിനിരക്കുമെന്നായിരുന്നു കെ.പി.സി.സി. അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായെന്നും ഇന്നലെ അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ 20 പാർലമെന്റ് നിയോജകമണ്ഡലത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്, ചിത്രമുണ്ട്. അവിടെ ആർക്കെത്ര മത്സരിക്കണമെന്നതിനെക്കുറിച്ചും ഏകദേശ ധാരണയിൽ ഞങ്ങൾ എത്തിയ കാര്യം ഞാൻ അറിയിക്കട്ടെ. മുതിർന്ന നേതാക്കളിൽ പലരും ഈ അവകാശവാദം തള്ളിയതോടെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മുല്ലപ്പള്ളി ഇന്നു പറഞ്ഞത്. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെന്ന് ആവർത്തിച്ചു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പൊതുധാരണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുല്ലപ്പള്ളിയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നതായിരുന്നു യു.ഡി.എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിന്റെയോ യു.ഡി.എഫിന്റെയോ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. മൂന്നാമത് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടാനിരിക്കുന്ന മുസ്ലിം ലീഗും മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായെന്ന വാദം തള്ളി. മുന്നണിക്കകത്ത് സീറ്റ് വിഭജനത്തിന്റെ ചർച്ച നടന്നിട്ടില്ല. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. 3ാം ലോക്സഭാ സീറ്റിനായി നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യൂത്ത് ലീഗ്. 3ാം സീറ്റ് ചോദിച്ചു വാങ്ങണമെന്ന് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനും പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകനുമായ മുയിൻ അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന ചർച്ച പ്രസക്തമാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് പ്രതികരിച്ചു. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് ലീഗ് നേതാക്കൾ. 3ാം സീറ്റ് വേണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യം ശക്തമാണെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി തങ്ങൾ പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷത്തിന് പാർലമെന്റിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഇത് മുൻനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് യു.ഡി.എഫുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയത്. നേരത്തെ ലീഗിന് 2 രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നത് 1 കുറഞ്ഞു. മലബാറിൽ മുസ്ലിം ലീഗിന് ലഭിക്കുന്ന ജനപിന്തുണ പരിഗണിച്ച് യു.ഡി.എഫ് അർഹമായ അംഗീകാരം നൽകണമെന്നാണ് ആവശ്യം. 3ാം സീറ്റ് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രസക്തമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് പ്രതികരിച്ചു. 3ാം സീറ്റിന് മാത്രമല്ല അർഹതയുള്ളത്, അർഹതയുടെ ലെവൽ വെച്ച് പരിശോധിക്കുകയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് അതിൽ കൂടുതൽ അർഹതയുള്ള പാർട്ടിയാണ്, യാതൊരു സംശയമില്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കി കോൺഗ്രസ്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഡി.സി.സി. നേതാക്കളുമായി ചർച്ച തുടങ്ങി. തിരുവനന്തപുരത്തെ യോഗത്തിൽ പകുതിയോളം ഭാരവാഹികളും എത്താത്തതിനെ മുകുൾ വാസ്നിക് വിമർശിച്ചു. സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ജില്ലാ ഭാരവാഹികളുടെ അഭിപ്രായം ആരായുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ ഡി.സി.സി. ഭാരവാഹികളുമായായിരുന്നു
ഇന്നത്തെ കൂടിക്കാഴ്ച. നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഇതെന്നും പ്രവർത്തകരുടെ മനസ്സ് മനസ്സിലാക്കുകയാണ് ലക്ഷ്യമെന്നും മുകുൾ വാസ്നിക് പറഞ്ഞു. തിരുവനന്തപുരത്തെ യോഗത്തിൽ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളടക്കം 180 പേരാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ പകുതിയോളം ഭാരവാഹികളും എത്തിയിരുന്നില്ല. ഭാരവാഹികൾ പങ്കെടുക്കാത്തതിലുള്ള അനിഷ്ടം മുകുൾ വാസ്നിക് യോഗത്തിൽ വ്യക്തമാക്കി. ശനിയാഴ്ച വരെ മുകുൾ വാസ്നിക് സംസ്ഥാനത്ത് തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ഭാരവാഹികളുമായി AICC ജനറൽ സെക്രട്ടറി ചർച്ച നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്കാണ് AICC പുനഃസംഘടനയെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. അതിന്റെ അലയൊലികൾ വരും വർഷങ്ങളിലും ഉണ്ടാകും. പ്രിയങ്കയുടെ വരവും KC വേണുഗോപാൽ സംഘടനാ ചുമതല ഏറ്റെടുത്തതും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് AICC പുനഃസംഘടന. എല്ലാ അർത്ഥത്തിലും മാസ്റ്റർ സ്ട്രോക്ക്. മോഡി ഭരണം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പടയോട്ടത്തിന് അദ്ദേഹത്തിന് കരുത്ത് നൽകുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ പുതിയ സ്ഥാനലബ്ധി കൂടുതൽ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി. UDFൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. ഘടകകക്ഷികളുടെ ആവശ്യം മുന്നണി പരിഗണിക്കുമെന്നും ഉമ്മൻചാണ്ടി കാസർഗോഡ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ മത്സരിക്കാൻ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു വലിയ താല്പര്യമുണ്ട്. അതിന് ആവശ്യം മുന്നോട്ട് വെച്ചാൽ നിരസിക്കും. കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഘടകകക്ഷികളുടെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കില്ല. മാധ്യമങ്ങളിൽ മറിച്ചുവരുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കേരള യാത്ര കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് കോട്ടയം, അത് കേരള കോൺഗ്രസിന് തന്നെ. ഘടകകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കാനോ ഘടകകക്ഷികൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിക്കാനോ ഒന്നും കോൺഗ്രസ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കത്തില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നസെന്റ് MP. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലും കസേര രോഗത്തിന് കീഴ്പ്പെടാതിരിക്കാനുമാണ് തീരുമാനം. താൻ ആവശ്യപ്പെട്ടാൽ ചാലക്കുടിയിൽ ഇടതുമുന്നണി വീണ്ടും മത്സരിപ്പിക്കും. മത്സരിക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇനി മത്സരിക്കേണ്ടെന്നാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പരാതികൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങിപ്പോകാനാവില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നുവെന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം. ബാലറ്റ് പേപ്പറിലേക്ക് ഒരു കാരണവശാലും മടങ്ങിപ്പോകാനാവില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളായിരിക്കും ഉപയോഗിക്കുക. And we are not going back to that era where we have ballot papers being lifted, musclemen being employed, besides the delay in the counting and also too much harassment of the polling staff on the ground. മുതിർന്ന ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനെതിരായ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. അമേരിക്കയിലെ ഹാക്കറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. Simply making a statement, a one-sided decision from the election commission will not satisfy the people. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അങ്ങനെയെങ്കിൽ എങ്ങനെ? പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിക്കുമോ? മത്സരിക്കാനല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയത് എന്തിന് എന്നതാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. എന്നാൽ മത്സരിക്കില്ലെന്നാണ് ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
2 മാസത്തേക്ക് മാത്രമല്ല പ്രിയങ്കയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനാണ് ഈ നീക്കം. പ്രിയങ്കയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഒരു സീറ്റല്ല. അയോധ്യയും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പഴയ മണ്ഡലമായ ഗോരഖ്പൂറും ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ പ്രദേശമാണ് പ്രിയങ്കയെ ഏൽപ്പിച്ചിരിക്കുന്നത്. 30 ലോക്സഭാ സീറ്റുകളാണ് പൂർവാഞ്ചലിലുള്ളത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനായില്ല. പ്രദേശത്തെ 141 നിയമസഭാ സീറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത്. ഈ അവസ്ഥ മാറണം. അതിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം പകരുക എന്നതാണ് പ്രിയങ്കയുടെ ദൗത്യം. ഈ ദൗത്യത്തിനിടെ മത്സരം കൂടി എളുപ്പമല്ല. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഇറങ്ങുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ റായ്ബറേലി പൂർവാഞ്ചൽ പ്രദേശത്തല്ല. മത്സരത്തിനിറങ്ങാതെ പ്രിയങ്ക പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിലും പഴയ മണ്ഡലമായ ഗോരഖ്പൂരിൽ മുഖ്യമന്ത്രി ആദിത്യനാഥിന് അത് മറികടക്കുന്ന പ്രചാരണവും നടത്തേണ്ടി വരും. രാഹുൽ ഗാന്ധിക്കാകട്ടെ പൂർവാഞ്ചൽ പ്രദേശത്ത് തന്നെയുള്ള അമേഠി പ്രിയങ്കയെ ഏൽപ്പിച്ച് രാജ്യത്താകെ പ്രചാരണത്തിനിറങ്ങാനുമാകും. കണക്കുകളും സാധ്യതകളും ഇങ്ങനെയൊക്കെയാണെങ്കിലും അമേഠിയിലെയും റായ്ബറേലിയിലെയും പ്രചാരണത്തിനപ്പുറം പ്രിയങ്ക ഇനിയും രാഷ്ട്രീയ മികവ് തെളിയിച്ചിട്ടില്ല. കാഴ്ചയിലെ സാദൃശ്യത്തിനപ്പുറം ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പാരമ്പര്യവും ഉൾക്കരുത്തും കോൺഗ്രസ് സ്തുതിപാഠകർ ചാർത്തിക്കൊടുക്കുന്ന അലങ്കാരം മാത്രമാണിപ്പോൾ. അത് തെളിയിക്കുകയെന്ന വലിയ വെല്ലുവിളിയും പ്രിയങ്കയുടെ മുന്നിലുണ്ട്. TJ ശ്രീലാൽ, ന്യൂസ് 18. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രി പിന്മാറി. ഇതേ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് നേരത്തെ ചീഫ് ജസ്റ്റിസും പിന്മാറിയിരുന്നു. ഹർജി മറ്റൊരു ബെഞ്ച് നാളെ പരിഗണിക്കും. പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി ഇന്ന് യോഗം ചേരും. നാഗേശ്വർ റാവുവിനെ CBI ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെ കോമൺ കോസ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് ജസ്റ്റിസ് AK സിക്രിയുടെ പിന്മാറ്റം. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റാൻ തീരുമാനമെടുത്ത സെലക്ട് കമ്മിറ്റി യോഗത്തിലെ ജസ്റ്റിസ് സിക്രിയുടെ നിലപാട് വിവാദമായിരുന്നു. ഹർജി പരിഗണനയ്ക്കെത്തിയപ്പോൾ തന്നെ താൻ പിന്മാറുന്നതായും മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ നാളെ കേസ് ലിസ്റ്റ് ചെയ്യുമെന്നും ജസ്റ്റിസ് സിക്രി പറഞ്ഞു. ഹർജി പരിഗണിക്കാത്തത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവെ പറഞ്ഞെങ്കിലും ജസ്റ്റിസ് സിക്രി തീരുമാനം മാറ്റിയില്ല. ഇതേ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസും കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സെലക്ട് കമ്മിറ്റി യോഗം ചേരും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുക്കും. 12 ഉദ്യോഗസ്ഥരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് ഡയറക്ടറെ തിരഞ്ഞെടുക്കുക. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള ഗുജറാത്ത് DGP ശിവാനന്ദ് ഝാ, ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ YC മോഡി എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. പട്ടികയിൽ പേരുള്ള മധ്യപ്രദേശ് കാഡർ ഉദ്യോഗസ്ഥ റീന മിത്രയെ തെരഞ്ഞെടുത്താൽ CBI ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ വനിതയാകും ഇവർ. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഖനി അപകടത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം പുറത്തെത്തിച്ചു. ഖനിയിൽ കുടുങ്ങിയ 15 പേരിൽ ആരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിയാനായിട്ടില്ല. മറ്റുള്ളവരെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ല. ഡിസംബർ 13-നാണ് അനധികൃത കൽക്കരി ഖനിയിൽ അപകടമുണ്ടായത്. സമീപത്തെ നദിയിൽ നിന്ന് വെള്ളം കയറി ഖനി മുങ്ങുകയായിരുന്നു. TP വധക്കേസ് പ്രതി PK കുഞ്ഞനന്ദന് തുടർച്ചയായി പരോൾ നൽകുന്നതിനെതിരെ ഹൈക്കോടതി. അസുഖമുണ്ടെങ്കിൽ പരോൾ നൽകുകയല്ല ചെയ്യേണ്ടത്, സർക്കാർ ചികിത്സ നൽകുകയാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ 2 ആഴ്ചക്കകം വിശദീകരണം നൽകാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിന് വിദഗ്ധ സമിതിയുടെ ശുപാർശ. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവ സംയോജിപ്പിച്ച് ഒറ്റ ഡയറക്ടറേറ്റിന് കീഴിൽ കൊണ്ടുവരാൻ ഡോക്ടർ MA ഖാദർ ചെയർമാനായ സമിതി ശുപാർശ ചെയ്തു. 1 മുതൽ 12 വരെ ക്ലാസുകളുള്ള സ്കൂളുകളിൽ സ്ഥാപന മേധാവികൾ പ്രിൻസിപ്പൽ എന്ന പേരിലാകും അറിയപ്പെടുകയെന്നും സമിതി റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ പ്രാഥമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്താണ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന വിഭജനം ഇല്ലാതാകും. പകരം 1 മുതൽ 7 വരെ ലോവർ പ്രൈമറിയും പ്രൈമറിയുമായി മാറും. 8 മുതൽ 12 വരെ ലോവർ സെക്കൻഡറി എന്നും സെക്കൻഡറി എന്നും അറിയപ്പെടും. അധ്യാപകരുടെ യോഗ്യത ഉയർത്തും. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ അധ്യാപനത്തിന് അടിസ്ഥാന യോഗ്യതയായി ബിരുദവും B.Edഉം വേണം. സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദത്തിനൊപ്പം B.Ed നിർബന്ധം. പ്രൈമറി പ്രവേശനത്തിന് മുമ്പ് കുട്ടികൾക്ക് പ്രീ സ്കൂളിംഗ് വിദ്യാഭ്യാസം നൽകണം. ഇതിന് ഏകോപിത സംവിധാനമുണ്ടാക്കും. സ്കൂൾ പ്രവേശന പ്രായം എത്രയെന്നത് പ്രീ സ്കൂൾ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തീരുമാനിക്കും. വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങളിലും മാറ്റമുണ്ട്. വിദ്യാഭ്യാസ സംവിധാനത്തിലെ അടിസ്ഥാന പ്രവർത്തന ഘടകം സ്കൂളുകളായിരിക്കും. ഒരു സ്കൂളിന് ഒരു മേധാവി മാത്രം. പ്രിൻസിപ്പൽ എന്നായിരിക്കും പേര്. പ്രിൻസിപ്പലിനെ സഹായിക്കാൻ ഒരു വൈസ് പ്രിൻസിപ്പലും ഉണ്ടാകും.
ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം നേടിയവരെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകി പ്രിൻസിപ്പൽമാരാക്കും. നിലവിലെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് ആ തസ്തികയിൽ തുടരാം. നിലവിലെ 3 പരീക്ഷാ ഭവനുകളെയും സംയോജിപ്പിച്ച് ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻ കേരളം എന്നാക്കി മാറ്റും. എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതല ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻസിനാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹാരിസൺ തോട്ടങ്ങളുടെ നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ സെക്രട്ടറിയുടെ നീക്കം തടഞ്ഞ് റവന്യൂ മന്ത്രി. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം കൊണ്ടുവന്ന് കരം പിരിക്കാനുള്ള റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ നിർദ്ദേശമാണ് തടഞ്ഞത്. മന്ത്രിയുടെ എതിർപ്പിനെ തുടർന്ന് വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. ഹാരിസൺ വിറ്റൊഴിഞ്ഞ തെന്മലയിലെ റിയ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിച്ച് പോക്കുവരവ് ചെയ്തു നൽകാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ മറപിടിച്ചായിരുന്നു ഹാരിസന്റെ പക്കലുള്ളതും വിറ്റൊഴിഞ്ഞതുമായ എല്ലാ തോട്ടങ്ങളുടെയും നികുതി സ്വീകരിക്കാൻ തീരുമാനമെടുക്കണമെന്നുള്ള റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ നിർദ്ദേശം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുപ്പിക്കാനായിരുന്നു നീക്കം. ഇന്നലെ രാത്രി വൈകി ഇതുമായി ബന്ധപ്പെട്ട ഫയൽ റവന്യൂ മന്ത്രിക്ക് കൈമാറി. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ അസാധാരണ നടപടി. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്നും അതിനാൽ വിശദമായി പഠിച്ച ശേഷം മതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നതെന്നും മന്ത്രി നിലപാടെടുത്തു. മറ്റു ഭൂവുടമകളും സമാന ആവശ്യമുന്നയിച്ച് കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മന്ത്രിയുടെ തീരുമാനത്തെ ഹാരിസൺ കേസിലെ മുൻ ഗവൺമെന്റ് ലീഡർ സുശീല ഭട്ട് സ്വാഗതം ചെയ്തു. അദ്ദേഹം എടുത്ത ഈ കർക്കശ നിലപാട് ഇനിയും തുടരണം, വെള്ളം ചേർക്കാതെ. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ മൊത്തം ഭൂരഹിതരും പിന്നെ പട്ടയത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവർക്കും ഒരു നല്ലൊരു ആശ്വാസമായിരിക്കും ഈ തീരുമാനം. ഹാരിസൺ മലയാളം കൈവശം വച്ചിരുന്ന 38,000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. സർക്കാർ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുക്കുകയായിരുന്നുവെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ പുതിയ ആരോഗ്യ നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനാലാണ് നയത്തിൽ പ്രധാന ഊന്നൽ നൽകിയത്. ശിശുമരണ നിരക്ക് 12-ൽ നിന്നും 8 കുറയ്ക്കും. ഡയറക്ടറേറ്റ് ഓഫ് ക്ലിനിക്കൽ സർവീസ് എന്ന പേരിൽ പൊതുജനാരോഗ്യത്തിന് പ്രത്യേക ഡയറക്ടറേറ്റ് പ്രഖ്യാപിക്കും. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിനെ 2 വിഭജിക്കും. ഇതോടെ ആരോഗ്യ വകുപ്പിന് കീഴിൽ 2 ഘടകങ്ങൾ എന്നത് 3 മാറും. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പഴയതുപോലെ തുടരാനും നയത്തിൽ നിർദ്ദേശിക്കുന്നു. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി KT ജലീൽ CPM-നെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. CPM നേതാവിന്റെ ബന്ധുവിന് നിയമനം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ജലീൽ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ഫിറോസിന്റെ ആരോപണം. ബന്ധുനിയമനത്തിന്റെ പേരിൽ താൻ പ്രതിക്കൂട്ടിലായാൽ CPM അതിൽ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന് ജലീൽ കോടിയേരിയെ ധരിപ്പിച്ചെന്ന് ഫിറോസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു. സമാനമായ രീതിയിൽ CPM-ന്റെ നേതാക്കളുടെ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള ശ്രീ KT ജലീൽ അക്കാര്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ഒരു ബ്ലാക്ക്മെയിൽ രൂപേണ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണവുമായി രംഗത്ത് വരാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് എന്നൊരു ആരോപണം ഇക്കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു. മന്ത്രി KT ജലീൽ കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയെന്ന PK ഫിറോസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് EP ജയരാജൻ. PK ഫിറോസ് ഭ്രാന്ത് പറയുകയാണ്. പത്രക്കാരെ വിളിച്ച് വായിൽ തോന്നിയത് പറയുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. എല്ലാ അടിസ്ഥാനരഹിത എന്തെങ്കിലും ഭ്രാന്ത് പറയുന്ന ആരെങ്കിലും ഓരോരുത്തർ പറയുന്നതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാനില്ല. എന്ത് സഹോദരി എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കു തോന്നിയത് പറയലാണ്. അതൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ. മെഡിക്കൽ കോളേജിൽ പകൽക്കൊള്ള. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കൃത്രിമ കാലുകൾ മറിച്ചു കടത്തുന്നു. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും ജീവനക്കാർ കൃത്രിമ കാൽ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. കാൽ മുറിച്ചുമാറ്റി 300-ലധികം നിർധനരായ രോഗികൾ കൃത്രിമ കാലിനായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ജീവനക്കാരുടെ പകൽക്കൊള്ള. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും പകൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത്.
നിർധന രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും വിതരണത്തിനുള്ളതാണ് ഈ കൃത്രിമ കാലുകൾ. ജീവനക്കാർ കടത്തുന്ന രീതി ഇങ്ങനെ. സ്വകാര്യ ലോബികളുടെ കയ്യിലേക്കാണ് ഇവ എത്തുന്നതെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം. സബ്സിഡി നിരക്കിൽ 1000 രൂപയ്ക്ക് എല്ലാ രോഗികൾക്കും നൽകുന്ന കൃത്രിമക്കാലുകൾക്ക് പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ 20,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ 300ഓളം രോഗികൾ ഇപ്പോഴും കൃത്രിമക്കാലിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. വർഷങ്ങളായി തുടരുന്ന തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷത്തിലധികമായി ഒന്നും നടക്കാൻ പോലും ആകാതെ ഈ അവയവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്പോർട്സ്.